നാളെ നടക്കുന്ന മൂലം വള്ളംകളിയോടെ സംസ്ഥാനത്ത് വള്ളംകളി സീസൺ തുടക്കമാവുകയാണ്. ആചാരപ്പെരുമയുള്ള മൂലം വള്ളംകളിയോടെ ജലാശയങ്ങളും വള്ളംകളി പ്രേമികളും ആഘോഷ തിമിർപ്പിലാകും. മൂലം വള്ളംകളിക്ക് കുട്ടനാട് താലൂക്കിന് പൊതു അവധി പ്രഖ്യാപിക്കുമോ എന്ന നിയമസഭയിലെ ചോദ്യവും മറുപടിയും വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പൊതു അവധിയുടെ കാര്യം അവ്യക്തമായി തുടരുകയാണെങ്കിലും മൂലം വള്ളംകളി ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് വള്ളംകളി പ്രേമികൾ. വള്ളംകളിക്ക് കുട്ടനാട്ടിൽ ചുണ്ടൻ വള്ളങ്ങൾ തീവ്ര പരിശീലനം പൂർത്തിയാക്കി മത്സരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്കാണ് ചമ്പക്കുളത്തെ പമ്പയാറ്റിൽ ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളംകളി. ഈ വർഷത്തെ മൂലം വള്ളംകളി വിവാദത്തിന്റെ അകമ്പടിയോടെയാണ് അരങ്ങേറുന്നത്. കുട്ടനാട് താലൂക്കിന് മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക അവധി ലഭിക്കുമെന്ന് താൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതായി റജി ചെറിയാൻ MLA. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ചോദിച്ച ഒരു പ്രാദേശിക അവധിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അങ്ങനെ ഇല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലും വരാം പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയിൽ ഇപ്പോഴും ഞാനുണ്ട്. കാരണം ഞാൻ ജനപ്രതിയാണ്, എനിക്ക് തന്ന മറുപടി അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇത്തവണ 7 ചുണ്ടൻ വള്ളങ്ങളാണ് രാജപ്രമുഖൻ ട്രോഫിക്കായി ഓളപ്പരപ്പിൽ പോരാടുക. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയും ജലഘോഷയാത്രയുമായി ബന്ധപ്പെട്ട ചരിത്രവും മൂലം വള്ളം കളിക്കുണ്ട്. മൂലം വള്ളം കളിയുടെ വരവറിയിച്ച് കുട്ടനാട്ടിൽ സാംസ്കാരിക പരിപാടികൾ അടക്കം നടക്കുന്നുണ്ട്. ചമ്പക്കുളത്തെയും കുട്ടനാട്ടിലെയും കുമരകത്തെയും വിവിധ ജലാശയങ്ങളിൽ തീവ്ര പരിശീലനം നേടിയ കരുത്തിലാണ് ചുണ്ടൻ വള്ളങ്ങളും ബോട്ട് ക്ലബ്ബുകളും. നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കം കൂടിയാണ് മൂലം ജലോത്സവം. അവസാന ഘട്ടത്തെ പരിശീലനത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വലിയ വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കളിക്കാൻ വരുന്ന 7 ടീമുകളും തുല്യമാണ്, ഒന്നിനൊന്നിനും മെച്ചമാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അന്നത്തെ ദിവസം പോലെ ഇരിക്കും. എല്ലാവരും കഠിനമായി തന്നെ ട്രെയിനിങ് ചെയ്താണ് എല്ലാ ടീമുകളും വരുന്നത്. നെഹ്റു ട്രോഫിക്ക് ഈ വർഷം കപ്പിന് തുല്യമായിട്ട് വരുന്ന 7 ടീമുകൾ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ തവണ മാറ്റിവെക്കുന്നൊരു പ്രത്യേകത ഈ 2026 മൂലം വള്ളങ്ങളിലുണ്ട്. നല്ല ശക്തമായ ഒരു മത്സരം ഈ വർഷം ഇവിടെ നടക്കും. പ്രത്യേകം ക്യാമ്പുകൾ ഒരുക്കിയാണ് ബോട്ട് ക്ലബ്ബുകൾ തുഴച്ചിൽക്കാരെ സജ്ജരാക്കുന്നത്. പരിശീലന തുഴച്ചിൽ കാണാനും നിരവധി വള്ളംകളി പ്രേമികൾ എത്തുന്നുണ്ട്. ഇത്തവണ മഴ സതിക്കുമോ എന്ന ആശങ്ക ചെറുതല്ല. ന്യൂസ് മലയാളം, ആലപ്പുഴ.